അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ട ബജിയുടെ വീഡിയോയുമായിട്ടാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അരിമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് കലക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കട്ടകളൊന്നുമില്ലാതെ കലക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കണ അരിമാവിൻ്റെ രീതി അനുസരിച്ച് ചിലപ്പോൾ 1 സ്പൂണോ 1/2 സ്പൂണോ വെള്ളം കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മാവനുസരിച്ച് ഇത്രയും വെള്ളമാണ് ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഈ രീതിയിൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ മുട്ട മുക്കി പൊരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ മുട്ട അവിച്ച് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 6 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ബാറ്ററിന് കണക്കാക്കിയിട്ടുള്ളത് 6 മുട്ടയാണ്. അപ്പോൾ 6 മുട്ട ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ടയെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനൊരു കുഴുവുള്ള ഇരുമ്പ് ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് അടുപ്പിൽ വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയെ പൊരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോ പീസും എടുത്ത് മാവിലോട്ട് മുക്കി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുക്കി ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഇടേണ്ടത്. എല്ലാ ഭാഗത്തും മാവ് നന്നായിട്ട് മുങ്ങിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാം. മുട്ട ആയതുകൊണ്ട് ഒന്ന് ഇച്ചിരി മാറി നിൽക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഒത്തിരി മുട്ടയൊന്നും വേണ്ട. 1-2 മുട്ട ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 2ആയിട്ട് മുറിക്കണമെന്നില്ല. 4ആയിട്ട് മുറിക്കുകയാണെങ്കിൽ 1 മുട്ട വെച്ചിട്ട് 4 ബജി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബജിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മിൻ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊരു കട്ടനും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ മിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചായയാണ് ഇട്ടിട്ടുള്ളത്. ചായയുടെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.